ഹലോ, വെൽക്കം ബാക്ക് ടു എജ്യുവാലെ 2.0. ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായി തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ 2024 അക്കാദമിക് ഇയർ അല്ലെ +1 +2 കുട്ടികളുടെ ഓണപരീക്ഷയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനോടും കൂടി പറയാണ്, നമ്മൾ എജ്യുവാലെ 2.0 എന്ന് പറഞ്ഞ ചാനൽ കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ +1 +2 കൊമേഴ്സ് കുട്ടികളെ ഫോക്കസ് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് +1 അഡ്മിഷൻ എടുത്ത് വന്നിട്ടുണ്ട്. കൊമേഴ്സ് സബ്ജക്ട് എന്താന്ന് പോലും അറിയാതെ കുറേ സ്റ്റുഡൻസ് നിൽക്കുന്നുണ്ട്. അതേപോലെ +1 പാസ്സായി റിസൾട്ട് ഒക്കെ വന്ന് +2 ഇരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റത്തെ കാര്യം, നമ്മൾ എജ്യുവാലെ 2.0 ഓണം എക്സാമിനെ കുറിച്ചിട്ടാണ്. ഈ വർഷത്തെ ഓണപരീക്ഷ എങ്ങനെയാണ്? അപ്പോൾ ഓണപരീക്ഷ എത്തിയിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യം കുറേ പേര് പറഞ്ഞിരുന്നു ഓണപരീക്ഷ ഉണ്ടാവില്ല, ചിലപ്പോൾ പറഞ്ഞു ഓണപരീക്ഷ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ് ഇടാന്നൊക്കെ ആയിരുന്നു വന്നത്. അപ്പോൾ ഓണപരീക്ഷ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നല്ല. ഓണപരീക്ഷ നമുക്ക് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 3rd and 4th നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് 12th വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെപ്റ്റംബർ 3 മുതൽ നമുക്ക് ഓണപരീക്ഷ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും ഉറപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, +1 എങ്ങനെയാണ് വരിക, +2 എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, പോർഷൻസ് എങ്ങനെയാണെന്നുള്ള സംശയം ഉണ്ടായിരിക്കാം. അപ്പോൾ +1 കുട്ടികളോടും +2 സ്റ്റുഡൻസിനോടും പറയാനായിട്ടുള്ളൊരു കാര്യം, ഇത്തവണ നിങ്ങൾ ബോർഡ് എക്സാം ആയിട്ടല്ല എഴുതാം. ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ മാർച്ചിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഫ്രം ഗവൺമെൻറ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാമിനെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇത്തവണ നമ്മുടെ ഓണപരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ 2024 ഓണം എക്സാമിന് ഗവൺമെൻറ് അല്ല, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും സ്കൂൾ വൈസ്. അത് നല്ലതാണോ അതോ ബാഡ് ഓർ ഗുഡ് എന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ, ഓണപരീക്ഷയുണ്ട്. ഓണപരീക്ഷയ്ക്ക് പഠിക്കണോ വേണ്ടയോ, +1 കുട്ടികൾ എങ്ങനെ പഠിക്കണം, +2 കുട്ടികൾ എങ്ങനെ പഠിക്കണം, രണ്ടും കൂടി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് +1 മാത്രമായിട്ടൊരു വീഡിയോ, +2 മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഓണം സിലബസ് വെച്ചിട്ട്, സിലബസ് പ്രകാരം നമുക്ക് ഓരോ പാഠത്തിൽ നിന്നും 4-5 പാഠങ്ങൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്കൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ, ചില സ്കൂളിലെ ടീച്ചേഴ്സ് ചില സബ്ജക്റ്റുകൾ, ഇപ്പോൾ 5 സബ്ജക്റ്റ് ആണ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിൻ്റെ സിലബസിന് വേണ്ടത് എങ്കിൽ, ചില സ്റ്റുഡൻസിനെ 5-ലെ 4-3 ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ചില സ്കൂളുകളിൽ ചില ടീച്ചേഴ്സ് ഫാസ്റ്റ് ആണ്, അവർക്ക് 5 പാഠത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പലർക്കും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളെ ടീച്ചേഴ്സിനനുസരിച്ച് അവരെ നമ്മളെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഷെഡ്യൂൾ ചെയ്ത പോലെയല്ല, നിങ്ങൾക്ക് എടുത്ത ഇമ്പോർട്ടൻസ് നിങ്ങളെ ടീച്ചേഴ്സിനെ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് ആദ്യമേ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഓണപരീക്ഷ എത്തുകയാണ്, സെപ്റ്റംബർ 3 അപ്പോൾ നമുക്കിനി മാക്സിമം ഇന്നത്തെ ഡേറ്റ് ഇതാ ഒരു 2 വീക്ക് തന്നെ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ 2 വീക്ക് കൊണ്ട് എങ്ങനെ പഠിക്കാം, +1 കുട്ടികൾ എങ്ങനെ പഠിക്കണം, +2 സ്റ്റുഡൻസ് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നുള്ള വീഡിയോ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സ്റ്റുഡൻസ് +1 വന്നിട്ടുണ്ടാവാം, അവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കൊമേഴ്സ് കുട്ടികൾക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കൊമേഴ്സിലെ ബിസിനസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ തുടങ്ങിയ കംപ്ലീറ്റ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എക്സാം ഓറിയന്റഡ്, അതായത് ഓരോ പാഠത്തിൽ നിന്നും നിങ്ങളുടെ ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയതും ഫൈനൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയുള്ള കംപ്ലീറ്റ് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് ശേഷം വരുന്ന +1 സ്റ്റുഡൻസിൻ്റെ ഒരു വീഡിയോയും +2 നിർബന്ധമായും കാണാം. അതിൽ നമ്മൾ എങ്ങനെയാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ദെൻ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിടും. അപ്പോൾ സ്റ്റഡി പ്ലാന്, ഓണപരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്, ഓണപരീക്ഷയ്ക്ക് എത്ര മാർക്കിന് ചോദിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം, എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പഠിക്കാം, അത് ഓരോ വിഷയക്കാർക്കും വ്യത്യാസമായിരിക്കും അല്ലേ. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും എല്ലാം വ്യത്യാസമാണ് എത്ര സമയം എന്നുള്ളത്. കാരണം അവരുടെ സബ്ജക്റ്റും അതുപോലെ തന്നെ അവരുടെ ചാപ്റ്ററിൻ്റെ വലുപ്പവും അതുപോലെ വെയിറ്റേജും അനുസരിച്ച് നമുക്ക് സമയവും മണിക്കൂറും ടോപ്പിക്കും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് മിസ് 2 വീഡിയോകളായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഓണപരീക്ഷ എത്തി പഠിക്കാനായിട്ട് തുടങ്ങാം. പഠിക്കണമെന്ന് ചോദിക്കുന്ന കുറേ കുട്ടികളുണ്ട്, മെസ്സേജ് അയച്ച് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, ഓണപരീക്ഷയ്ക്ക് പഠിക്കണോ മിസ്സേ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പഠിക്കണം. ഓണപരീക്ഷയ്ക്ക് പഠിക്കണം. എന്തിനാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കുന്നത്? നമുക്കത് എവിടെയും മാർക്ക് വരില്ല അല്ലേ. നിങ്ങൾക്ക് വിചാരിക്കുന്നത് എവിടെയും മാർക്ക് വരില്ല, പിന്നെ എന്തിനാണ് ഓണപരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാർച്ചിലെ ഫൈനൽ എക്സാമിലെ 1/4 പോർഷൻസുകൾ കവർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയും 1/4 പോർഷൻസ് കവർ ചെയ്യാം. ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും നല്ല രീതിയിലൊരു മീറ്റിംഗ് തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അതിലത്തെ ആ ഒരു ഇംപ്രഷനാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് +2 +1 ഉണ്ടാവുക. അതിനാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാം കൂടി ഈ പരീക്ഷയെ വലിയ സില്ലിയാക്കി വിട്ടിട്ട് എല്ലാം കൂടി ഫൈനൽ എക്സാമിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ച്
നല്ലൊരു ഈസി ടാസ്ക് അല്ല. അതുകൊണ്ട് ഓരോ എക്സാമിനും നിങ്ങൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓണപരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുക. 2 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള കംപ്ലീറ്റ് വിദ്യകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നയിച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.